കലിപ്പിലാണ് അപ്പൊ ലാലേട്ടൻ വന്നിരിക്കുന്നത്. അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് എല്ലാരോടും ലാലേട്ടൻ അപ്പൊ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സിജോ പോയിട്ട് ഇത്ര ദിവസമായിട്ടും സിജോയ്ക്ക് എന്ത് പറ്റിയെന്നോ സിജോ തിരിച്ചു വരണേ എന്നാണോ ഒന്നും ഈ കണ്ടസ്റ്റൻസ് ആരും തന്നെ ക്യാമറയിൽ നോക്കിയിട്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ലാലേട്ടൻ അതിനെപ്പറ്റിയാണ് അവരോട് സംസാരിക്കുന്നത്. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, സിജോ എന്നാണ് തിരിച്ചു വരുന്നത്, സിജോ ഇനി വരില്ലേ, സിജോയ്ക്ക് സർജറി കഴിഞ്ഞോ എന്നൊക്കെ ഉള്ളത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് വേറൊരു കണ്ടസ്റ്റന്റും അടി കിട്ടി മെഡിക്കൽ ചെക്കപ്പിനായിട്ട് പോയിട്ട് അവരാരും തന്നെ സിജോയിനെ അന്വേഷിച്ചിട്ടില്ല. തെറ്റ് ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയ റോക്കിനെ പറ്റി അവിടെ കൂടുതൽ പേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അത്രയും പോലും സിജോനെ പറ്റി അവർ സംസാരിച്ചില്ല എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് ലാലേട്ടൻ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. ഓരോരുത്തരോടും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ജാസ്മിൻ എന്തോ പറയുന്നുണ്ട്, വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്നുള്ളത്. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ ഇനി കൂടുതലൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ കൈ പൊക്കുമ്പോൾ ഋഷി അതൊരു ട്രോമയായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ശ്രീരേഖയോടൊക്കെ ചോദിച്ചായിരുന്നു എന്നുള്ള ഒരു ഒഴിഞ്ഞ മട്ടിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അന്വേഷിക്കാത്ത എല്ലാവരും വലിയ രീതിയിൽ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ളത്. പിന്നീട് സിജോ ലാലേട്ടന്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത്. സർജറി ഒക്കെ കഴിഞ്ഞതിന്റേതായ മാറ്റം സിജോയുടെ ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആയിരിക്കും സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് എൻ്റർ ആവുന്നത്.